റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് ഏതേത് പ്രവർത്തനത്തിനും നിയ്യത്ത് ആവശ്യമാണ്. നോമ്പിനും നിയ്യത്ത് നിർബന്ധമാണ്. എപ്പോഴാണ് നോമ്പിന് നിയ്യത്ത് വെക്കേണ്ടത്? ഫർദായ നിർബന്ധമായ നോമ്പാണോ ഫജ്റിന് മുൻപേ, ഏത് പകലാണോ നമ്മൾ നോമ്പെടുക്കുന്നത് ആ ഫജ്ർ പൊട്ടിവിടരുന്നതിന് മുൻപേ, സുബ്ഹ് ബാങ്കിന്റെ സമയമാണത്, അതാകുന്നതിന് മുൻപേ നോമ്പിന്റെ നിയ്യത്ത് വേണ്ടതുണ്ട്. ഹഫ്സ റളിയല്ലാഹു അൻഹ ഉദ്ധരിക്കുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ലം യുബയ്യിതി സിയാമ ഖബ്ലൽ ഫജ്രി ഫലാ സിയാമ ലഹ്. ആരാണോ ഫജ്റിന് മുൻപേ നോമ്പിന്റെ നിയ്യത്ത് കരുതാത്തത് അവന് നോമ്പില്ല. ആരാണോ ഫജ്റിന് മുൻപേ നോമ്പിന്റെ നിയ്യത്ത് കരുതാത്തത് അവന് നോമ്പില്ല. ഇതാണ് നോമ്പിന്റെ വിധി. ഫർദായ നോമ്പിന്റെ നിയ്യത്ത് ഈ സമയത്തായിരിക്കണം. അതേസമയം സുന്നത്തായ നോമ്പാണ് എങ്കിൽ ഒരാൾക്ക് പകലിൽ വേണമെങ്കിൽ തീരുമാനിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകലിൽ ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, വീട്ടിൽ എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ ഞാൻ നോമ്പെടുക്കുകയാണ്. പകലാണ് ഈ പറയുന്നത്. അങ്ങനെ സുന്നത്ത് നോമ്പെടുക്കാം. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ നോക്കിയാൽ, ദീനിന്റെ വിധിവിലക്കുകൾ നോക്കിയാൽ, സുന്നത്തായ അമലുകളുടെ കാര്യത്തിൽ പല നിബന്ധനകളിൽ പല ഇളവും കാണാം. കാരണം അത് കൂടുതൽ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. സുന്നത്തായ നിസ്കാരം ഒരാൾക്ക് വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം, നിൽക്കാൻ കഴിവുണ്ടെങ്കിലും. ഫർദായ നിസ്കാരമോ നിൽക്കാൻ കഴിവുണ്ടെങ്കിൽ നിന്ന് നിസ്കരിക്കൽ നിസ്കാരത്തിന്റെ റുക്നാണ്. കഴിവുണ്ടായിരിക്കുക ഫർദ് നിസ്കാരം ഒരാൾ ഇരുന്ന് നിസ്കരിച്ചാൽ നിസ്കാരം ബാത്തിലാണ്, അടുക്കി നിസ്കരിക്കണം, ഒന്നുകൂടി നിസ്കരിക്കണം. അതേസമയം സുന്നത്തായ നിസ്കാരമാണോ നിൽക്കാൻ കഴിവുണ്ടെങ്കിലും ഒരാൾക്ക് വേണമെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാം. നിന്ന് നിസ്കരിച്ച ആളുടെ പകുതി പ്രതിഫലമാണ് ഉള്ളത്. ഇരുന്ന് നിസ്കരിക്കാം നിൽക്കാൻ കഴിവുണ്ടെങ്കിലും. ഖിബ്ല നോക്കൂ നിങ്ങൾ, ഫർദായ നിസ്കാരത്തിന് ഒരാൾ യാത്രയിലാണ് എങ്കിലും ഒരാൾക്ക് വാഹനപ്പുറത്ത് നിന്ന് ഇറങ്ങി ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ നിർബന്ധമാണ്. ഖിബ്ലക്ക് നേരെ തിരിഞ്ഞ് മാത്രമേ യാത്രയിലായാൽ പോലും ഫർദായ നിസ്കാരം നിസ്കരിക്കാൻ പാടുള്ളൂ. വാഹനം നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത ചില വാഹനങ്ങൾ ഉണ്ടാകും. അങ്ങനെയുള്ള വാഹനങ്ങളിൽ ഒരാൾക്ക് സമയം കഴിയും എന്നായാൽ സാധിക്കുന്നത് പോലെ നിസ്കരിക്കാം. അതേസമയം സുന്നത്തായ നിസ്കാരങ്ങളോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് യാത്രയിൽ ചെയ്യാറുണ്ടായിരുന്നത്? ഒട്ടകം ഏത് ദിശയിലേക്ക് പോകുന്നോ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് നിസ്കരിക്കും. നോക്കൂ, ഖിബ്ലയുടെ കാര്യത്തിൽ ഇളവ്, നിൽക്കുന്ന കാര്യത്തിൽ ഇളവ്, ഇങ്ങനെ പല കാര്യങ്ങളിലും ഇളവുണ്ട്. സുന്നത്തായ അമലുകളുടെ കാര്യത്തിൽ കൂടുതൽ ഇളവുകൾ. എന്തുകൊണ്ടാണ്? അത് കൂടുതൽ ചെയ്യാനുള്ള പ്രോത്സാഹനമാണ്. ഫർദായ നോമ്പാണോ, ഫർദായ നോമ്പിന് രാത്രിക്ക് മുൻപേ നിയ്യത്ത് വേണം. ശരി, റമദാനിലെ ഓരോ ദിവസവും ആകുന്നതിന് മുമ്പ് രാത്രി ഓരോ നോമ്പിനും പ്രത്യേകം നിയ്യത്ത് കരുതേണ്ടതുണ്ടോ? അങ്ങനെ നിയ്യത്ത് കരുതിയില്ല എങ്കിൽ നോമ്പ് സ്വീകരിക്കപ്പെടില്ലേ? അങ്ങനെ നിർബന്ധമില്ല. മറിച്ച് റമദാൻ മാസമായാൽ എല്ലാ മുസ്ലിമീങ്ങളുടെയും നിയ്യത്ത് എന്താണ്? ഒരു മാസത്തിന്റെ നോമ്പാണ്. ആ നിയ്യത്ത് മതി. അതല്ലാതെ ഓരോ രാത്രിയിലും നാളെ ഞാൻ നോമ്പെടുക്കുമെന്ന് മനസ്സിൽ കരുതൽ നിർബന്ധമില്ല. അങ്ങനെ വിട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ട് നോമ്പ് ഫസാദായി പോവുകയില്ല, അത് നോറ്റ് വീട്ടുകയില്ല. പക്ഷെ ഒരു സന്ദർഭത്തിൽ ശ്രദ്ധിക്കണം. അതെന്താണ്? ഈ നിയ്യത്ത് ഇടക്ക് വെച്ച് മുറിഞ്ഞാൽ, ഒരാൾ രോഗം കാരണത്താലോ മറ്റോ റമദാനിന് ഇടക്ക് വെച്ച് ഒരു നോമ്പ് ഒഴിവാക്കി, അയാളുടെ നിയ്യത്ത് മുറിഞ്ഞു എങ്കിൽ പിന്നെ നോമ്പ് തുടങ്ങുമ്പോൾ എന്ത് വേണം? നിയ്യത്ത് പുതുക്കണം. രാത്രിയിൽ എന്ത് വേണം? നാളെ നോമ്പുകാരനാണെന്ന നിയ്യത്ത് വേണം. അല്ല എങ്കിലോ തുടക്കത്തിൽ ഇനി റമദാൻ തീരുന്നവരെ നോമ്പാണ് എന്ന നിയ്യത്ത് ഒരാൾക്ക് ഉണ്ടായാൽ മതി, അതുമതി. നിയ്യത്ത് എങ്ങനെയാണ് ചെയ്യേണ്ടത്? നിയ്യത്ത് അതിൻ്റെ മഹൽ, അതിൻ്റെ സ്ഥലം ഖൽബാണ്, ഹൃദയമാണ്. അതല്ലാതെ നിയ്യത്ത് ചൊല്ലി പറയുക കിതാബിലോ സുന്നത്തിലോ തെളിവ് വന്നിട്ടില്ലാത്ത കാര്യമാണ്. നിയ്യത്ത് നോമ്പിൻ്റെതാകട്ടെ നിസ്കാരത്തിൻ്റെതാകട്ടെ ആരും നാവ് കൊണ്ട് ചൊല്ലി പറയേണ്ടതില്ല, ആരും ചൊല്ലി കൊടുക്കേണ്ടതുമില്ല. അങ്ങനെ നിയ്യത്ത് ചൊല്ലി പറയുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്ത കാര്യമാണ്, സഹാബത്തിൻ്റെ മാതൃകയില്ലാത്ത പുത്തൻ കാര്യമാണ്. മറിച്ച് നിയ്യത്ത് മനസ്സിൽ കരുതിക്കൊള്ളുക.